കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ സന്തോഷമായി ദൈവസന്നിധിയിൽ ആരാധന സമർപ്പിക്കാൻ തക്കവണ്ണം ദൈവം നിന്ന് വലിയ കരുണയ്ക്ക് സമയത്ത് നമ്മോടെ സ്തുതിക്കുന്നു. ഈ ദേവാലയത്തിൽ ആദ്യമായിട്ടാണ് കടന്നു വരുന്നത്. വളരെ സന്തോഷം തോന്നുന്നത് പ്രത്യേകമായിട്ടും ബഹുമാനപ്പെട്ട തോമസ് അച്ഛനും കൂടെ ഉള്ളത്. ബഹുമാനപ്പെട്ട നേരത്തെ ഞങ്ങൾക്കറിയാവുന്ന സജീവച്ചനും ചേച്ചിയച്ചനും ഒന്നിച്ച് ചേർന്ന് മഹത്വപ്പെടുത്തുവാനും ആരാധന സ്വീകരിക്കാൻ ദൈവം എന്ന വലിയ അവസരത്തിൽ നന്ദി പറയുന്നു. വളരെ ചുരുക്കമായി ഒന്നുണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ മാത്രം ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സമയം നമുക്ക് ഒരു പ്രത്യേകത ഉള്ള ഒരു സമയമാണ്. നമ്മുടെ സഹോദരങ്ങൾ പ്രത്യേകിച്ചും നസ്രാണി ക്രിസ്ത്യാനികൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവരേത് നോമ്പ് നോക്കിയില്ലെങ്കിലും 8 നോമ്പ് നോക്കിയിരിക്കും. കാരണം സഭ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വളരെ കാര്യമായിട്ട് ഒരു നോക്കുകയും ചെയ്യും. നോമ്പ് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും ശക്തിയും ആത്മനിറവും ലഭിക്കുന്നത് നോമ്പിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയാണ്. കർത്താവ് പറയുന്നത് തന്നെയാണ്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വക നീങ്ങിപ്പോകുകയില്ല എന്ന് പഠിപ്പിച്ചു. എന്നാൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ടും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇബ്രാഹിം 13-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളെ വഴി നടത്തിയ പിതാക്കന്മാരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവിതാവസാനം കണ്ടിട്ട് അവരുടെ വിശ്വാസം അനുകരിക്കും. മാതാവിന്റെ നോമ്പ് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്വഭാവ ഗുണം, സ്വഭാവവിശേഷം നമുക്കുണ്ടാകേണ്ടത് ആവശ്യം. മാതാവിന്റെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ വർണ്ണിക്കാൻ തുടങ്ങിയാൽ നാവുകൾ തീരുകയും. എങ്കിലും 2 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കാം. ഒന്ന്, ദൈവമാതാവിന്റെ അടുത്ത് ദൈവദൂതൻ കർത്താവിന്റെ ജനനത്തെ കുറിച്ച് അറിയിക്കുന്ന ആ അനുഭവമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു. 6-ാം മാസമായപ്പോൾ നസ്രത്തിൽ യോസഫ് എന്ന പുരുഷന് വിവാഹം ചെയ്ത മറിയാമിന്റെ അടുത്ത് ദൈവത്തിന്റെ ദൂതൻ വന്നു. കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് അഭിവാദനം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു: നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. മറിയം മാറ്റി ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കും? How it will be? Because I don't know a man. വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സാധാരണ ഹ്യൂമൻ ബീയിങ്സ്, നമ്മളെ പോലുള്ള ആളുകൾ സാധാരണക്കാർ ചോദ്യം അസാധ്യമായ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെ സാധ്യമാകും എന്ന് ചോദിക്കുന്ന ഒരു സാധാരണ ചോദ്യം. She got the explanation for that. പരിശുദ്ധാത്മാവ് നിന്നിൽ ആവസിക്കും, അത്യുന്നതന്റെ ശക്തി നിന്നിൽ നിഴലിക്കും, നിന്നിൽ നിന്ന് ജനിക്കുന്ന പ്രജ അവൻ അത്യുന്നതനാകും, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ വാണരുളും. എന്നിട്ടൊരു കാര്യം കൂട്ടിച്ചേർത്തു, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ഇവിടെ പറഞ്ഞു. വിത്ത് ഗോഡ് നത്തിങ് ഈസ് ഇംപോസിബിൾ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ആദ്യം ചോദിച്ച ചോദ്യം സാധാരണ ഹ്യൂമൻ ബീയിങ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ വിത്ത് ദാറ്റ്. നമ്മൾ ഓരോരുത്തരും ചോദിക്കും, ഇതെങ്ങനെ സംഭവിക്കും? ഇവിടെ പറയുന്നു, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന്റെ ശക്തി നിന്നിൽ ആവസിക്കും. അങ്ങനെയാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സ്വഭാവവിശേഷം
ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ, ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, ഇതാണ് ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥാനത്തിലേക്ക് താഴ്ന്നു കൊടുക്കാൻ സാധിച്ചു. നിങ്ങൾക്കറിയാമോ, ഇതത്ര ഈസിയുള്ള കാര്യമൊന്നുമല്ല. ഓർത്തോണം, 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദന്മാരുടെ ഇടയിൽ ഒരു സ്ത്രീ പുരുഷനില്ലാതെ വിവാഹത്തിന് മുമ്പ് ഗർഭം ധരിച്ചാൽ കല്ലെറിഞ്ഞ് കൊല്ലുവാനൊക്കെയുള്ള നിയമമുള്ള നാട്ടിൽ ആണ് പറയുന്നത്, ഇതാണ് ഞാൻ കർത്താവിന്റെ ദാസി, അവിടുത്തെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്ന മാതാവിന്റെ ജീവിത സ്വഭാവവിശേഷം. വരാവുന്നതായ ദുരവസ്ഥകളെ കുറിച്ച് ഒന്നും മാതാവ് ചിന്തിക്കുന്നില്ല. ദൈവത്തിന് പ്രവർത്തിക്കാനായ അവസരം കൊടുക്കുന്നു. ഇതാണ് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവം പ്രവർത്തിക്കുമെന്ന് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും കണ്ണടച്ച് വിശ്വസിക്കാനും നമുക്ക് സാധിക്കുമോ ഇല്ലയോ? അവിടെയാണ് പലപ്പോഴും നമ്മുടെ ലോജിക്കിലൂടെ പലപ്പോഴും കടന്നു വരുന്നത്, ഇല്ലേ? ആർഗ്യുമെന്റ്സ് പറഞ്ഞു അവിടെയാണ് വരുന്നത്. പ്രിയമുള്ളവരെ, മാതാവിന്റെ ജീവിതാനുഭവം, മാതാവിന് നോക്കുന്ന അവസരത്തിൽ ദൈവത്തിന് പൂർണ്ണമായിട്ടും സ്ഥാനം കൊടുക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ പല സംഭവങ്ങളും ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തേക്കാം. ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആളുകൾക്ക്, നസ്രാണി ക്രിസ്ത്യാനികൾക്ക് വരുന്ന ചെറിയൊരു വലിയ ബലഹീനമുണ്ട്. എന്താണെന്നറിയാമോ? ഈ വലിയ നോമ്പൊക്കെ വരുന്ന അവസരത്തിൽ എല്ലാവരും വലിയ കാര്യമായിട്ട് നോമ്പ് നോക്കും. പള്ളി പോകാൻ സാധിക്കും, എല്ലാം പള്ളി പോകും. എന്നിട്ട് നോമ്പിന്റെ അവസാനം പറയും, എന്നാലും ഞാൻ ഈ നോമ്പെല്ലാം നോക്കിയിട്ടും ഇതെല്ലാം എനിക്ക് വന്നല്ലോ. നമ്മുടെ ഒരു സ്വഭാവമാണ്. ഒരു കാര്യം ഓർക്കണം, ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാരണവശാലും ദൈവത്തെ വിളിക്കരുത്. ഏതോസ്ഥാനം പഠിപ്പിക്കുന്നതായത് 34-ാം സങ്കീർത്തനത്തിന്റെ ഏറ്റവും ഒടുവിൽ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറയുമോ? കേട്ടോണം. നീതിമാന്റെ അനർത്ഥങ്ങൾ, ആരെന്ന് പറഞ്ഞ്? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇല്ലേ? പക്ഷേ വലിയൊരു പ്രത്യാശ അതിനോട് ചേർന്ന് പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? എങ്കിലും യഹോവ എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കും. അവൻ ഒരാശി പോലും ഒടിഞ്ഞു പോകാൻ സമ്മതിക്കില്ല. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്തും വന്നോട്ടെ, ഇന്ന് പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം, ശാസ്ത്രം പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും ശാസ്ത്രം പുരോഗമിച്ചിരിക്കുമ്പോൾ ശാസ്ത്രത്തിന് കണ്ടെത്താത്ത രീതിയിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ അവിടെയാണ് ഓർക്കേണ്ടത്. ജീവിതത്തിൽ പ്രശ്നങ്ങളെല്ലാം കടന്നു വരാം. പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കറിയാം, അല്ലേ? സാമ്പത്തിക പ്രതിസന്ധിയിലിരിക്കുകയാണ് രാജ്യം. പ്രിയമുള്ളവരെ, നമ്മളെ നടത്തുന്ന തമ്പുരാൻ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും കൈവിടുന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം സുഖമായി നടത്താൻ സാധിക്കും. പ്രശ്നങ്ങളോടെ കിടക്കട്ടെ, അത് ലോകത്തിൻ്റെതാണ്. പാട്ടുകാരൻ പാടുന്നില്ല, എന്താ പറയുന്നത്? എന്റെ കാലുകളെ അവൻ കല്ലിന്റെ മുകളിൽ നിർത്തുകയാണ്, അല്ലേ? എന്റെ ദൈവം അബദ്ധത്തിൽ ആഗ്രഹവാനായി ജീവിക്കുമ്പോൾ സാധുജാനി ചോടിത്തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്ന് എന്നോട് ചൊല്ലുന്നു. പിന്നെ പറയുന്നത് കാര്യം എന്നറിയാമോ? വൈഷമ്യമുള്ളേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഏത് പ്രശ്നങ്ങളുടെ മധ്യയാണെങ്കിലും അവൻ എന്നെ നടത്തുന്ന കൊണ്ടും ശക്തനാണ്. ഒരു സ്വഭാവങ്ങൾ പറഞ്ഞ അവസാനം. രണ്ടാമത് പറയുന്നത് മാതാവ് ഹനാല കല്യാണത്തിൽ ഇവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ വരുന്ന മാതാവിന്റെ അനുഭവം നോക്കണം. ഇത് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് നമുക്കറിയാം, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാൽ ആരും നമ്മൾ എന്താ ചെയ്യുന്നത്? മറിയാമിന്റെ കാര്യമാണ്. മറിയാം അവിടെ ആ വീട്ടിലുണ്ടായിരുന്നു, കല്യാണത്തിൽ അറിഞ്ഞു അവിടെ പ്രശ്നം വരാൻ പോകുന്നു, നാണയത്തിൽ ഉണ്ടാകാൻ പോകുന്നു.
ആരോടും പറഞ്ഞില്ല. തന്റെ മകളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. നമ്മളാണെങ്കിൽ ഇവിടുത്തെ മറിയമ്മയുടെ കാര്യമില്ലാത്ത ഞാൻ പറയുന്നത്. മറിയാമ്മ ഞങ്ങളുടെ അവിടുത്തെ മറിയമ്മ അപ്പുറത്തെ മറിയമ്മയുടെ കാര്യമാണ്. മറിയാമ്മ ആദ്യമേ ഫോൺ എടുക്കും, എലിസബത്തിനെ വിളിക്കും. എലിസബത്തെ ആരോടും മിണ്ടരുത്. ഇങ്ങനൊരു സംഭവം. എലിസബത്ത് നേരെ അപ്പുറമുള്ള ശ്വാസമ്മ വിളിക്കും, ആരോടും പറയില്ല, ഇങ്ങനൊരു പ്രശ്നമാണ്. ഒറ്റ ദിവസം കൊണ്ട് ആരോടും പറയാതെ എവിടെ ചെല്ലും? നാട് മുഴുവൻ. പ്രിയമുള്ളവർ, ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറിയാം ആ ജീവിതത്തിൽ അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ച് ആദ്യം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പുത്രന്റെ അടുക്കൽ കൊണ്ടുവന്നു. നമ്മളും ചെയ്യേണ്ടത് തന്നെയാണ്. ഒരാളുടെ ജീവിതത്തിന്റെ പ്രശ്നമുണ്ടായാൽ വീട്ടിൽ വരണം, പായെടുത്ത് വിടണം, ദൈവസന്നിധിയിൽ ഒട്ടുകുത്തണം, ദൈവസന്നിധിയിലേക്ക് എത്തിക്കണം. ഈ പ്രശ്നങ്ങൾ നമുക്ക് സാധിക്കുമോ? ദൈവത്തിന്റെ മാതാവിന്റെ നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വലിയൊരു ക്വാളിഫിക്കേഷൻ ദൈവസന്നിധിയിൽ പ്രശ്നങ്ങൾ എത്തിക്കുന്ന അനുഭവം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനുഭവം, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എന്റെ ജീവിതത്തിന്റെ പ്രശ്നമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഈ നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട രണ്ട് ക്വാളിറ്റികൾ തന്നെയാണ്. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം. പിന്നീട് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി അപേക്ഷിക്കുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ പോലും എന്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു സ്വഭാവവിശേഷം നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും ഉണ്ടാകാൻ സാധിക്കുമെങ്കിൽ ഈ നോമ്പ് അനുഗ്രഹമായി തീരും. ആ ഒരു അനുഗ്രഹത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് സഹായിക്കട്ടെ. ദൈവമാതാവിന്റെ മധ്യസ്ഥത നമുക്ക് എപ്പോഴും കോട്ടയായിരിക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.